ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് ആവാം അല്ലേ? ഞാൻ എപ്പോഴും ഡേ ഇൻ മൈ ലൈഫ് ഷൂട്ട് ചെയ്യുമ്പോൾ അതൊരു പകുതിക്കന്ന് അങ്ങോട്ട് കട്ട് ചെയ്ത് പോക്കാണ് പതിവ്. പക്ഷേ ഇന്ന് അത് ഏറെക്കുറെ ഫില്ലായിട്ട് ഒരു കംപ്ലീറ്റ് വേർഷനിലേക്ക് എത്തിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ എൻ്റെ ഷൂട്ടിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. ഇന്ന് എണീക്കാൻ കുറച്ചധികം വൈകിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് കാക്കുവൊക്കെ ഓൾറെഡി പോയിട്ടുണ്ട്. പുള്ളി ചായ കുടിച്ച ഗ്ലാസും ആ ചായ ഉണ്ടാക്കിയ കുക്കറൊക്കെയാണ് ഇവിടെ കാണുന്നത്. കിട്ടിയ പാത്രത്തിൽ ചായയൊക്കെ ഉണ്ടാക്കി പോയിക്കാണ് കേട്ടോ. അപ്പോഴത്തേന് ഐറു ഓൾറെഡി ഇവിടെ നീച്ചിട്ടുണ്ട്. ഐറു എൻ്റെ കൂടെ തന്നെ നീച്ചിട്ടുണ്ട്. അപ്പോൾ ഓളെ മുടി കെട്ടി കൊടുക്കുക എന്നുള്ളതാണ് ഞാൻ ചെയ്യുന്ന ഫസ്റ്റത്തെ ഡ്യൂട്ടി. അത് കഴിഞ്ഞപ്പോഴത്തേനും ഹയാനും നീച്ചു. അതോടെ എൻ്റെ ആ ഡേ അങ്ങോട്ട് ഏറെക്കുറെ തീരുമാനമായി. കാരണം ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. അപ്പം ഇനി ഏറ്റവും ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചിലേക്കൊക്കെ അങ്ങോട്ട് തിരിയണം. അപ്പോൾ ഏറ്റവും ഈസി ആയിട്ട് 2 മുട്ട ഉണ്ടായിരുന്നു, അത് പുഴുങ്ങി. പിന്നെ ചോളം ഉണ്ടായിരുന്നു, അതും കൂടി അങ്ങോട്ട് പുഴുങ്ങാൻ വിചാരിച്ചു. അപ്പോൾ ഒരു ഈസി ടേസ്റ്റി ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് ആയല്ലോ. അപ്പോൾ ഞാനിതിൻ്റെ തൊലി കളയുന്ന കണ്ടപ്പോൾ ഐറൂന് ഒരു ആകാംക്ഷ. അപ്പോൾ പിന്നെ ബാക്കി ഓളാണ് കളഞ്ഞ്. ഓള് ഇങ്ങനെ എന്നെ ഹെൽപ്പ് ചെയ്യാനൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ഞാൻ പൊതുവേ ഇതിനെ സമ്മതിക്കാറുണ്ട്. ചിലപ്പോൾ എനിക്ക് തന്നെ ആയിരിക്കും അതിന് പണി കിട്ടുക. പക്ഷേ എന്നാലും അവരിതൊക്കെ അറിയട്ടെ പഠിക്കട്ടെ എന്ന് വിചാരിക്കാറാണ്. അപ്പോൾ ഓള് ഭയങ്കര ഹാപ്പി ആയിട്ട് ഇതൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. ക്ലീനായാ? അത് കഴിഞ്ഞപ്പോൾ ഉള്ള തൊലിയൊക്കെ അവൾ തന്നെ വേസ്റ്റ് ടിന്നിൽ ഇടുന്നുണ്ട് കേട്ടോ. വേസ്റ്റ് ബിന്നിൽ ഇടുന്നുണ്ട്. പൊതുവേ ഞാൻ ഇത് ഓലയും കൊണ്ട് ശീലിപ്പിക്കാറുണ്ട്. ഓല് കഴിച്ചിട്ടുള്ള വേസ്റ്റ് ആണെങ്കിലും ഇപ്പം മിഠായിയൊക്കെ കഴിച്ച് അതിൻ്റെ തൊലിയാണെന്നുണ്ടെങ്കിലും അതൊക്കെ ആ വേസ്റ്റ് ബിന്നിൽ ഇടണം എന്നുള്ളത് ഞാൻ പൊതുവേ ശീലിപ്പിക്കാറുണ്ട്. പക്ഷേ കുട്ടികളാണ്, ചിലപ്പോൾ ഒന്നും ചെയ്യാറില്ല. എന്നാലും ഒരു പരിധി വരെ ഓല തന്നെ ഇപ്പോൾ ചെയ്യാറുണ്ട്. പിന്നെ ഇപ്പോൾ ഈ കുറച്ച് ദിവസമൊക്കെ ആയിട്ട് കുട്ടികൾക്ക് പാലും വെള്ളമാണ് കൊടുക്കല്. ഞങ്ങളുടെ നാട്ടിൽ പാലും വെള്ളം എന്നാ പറയുക. പാല് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതിലേക്ക് പഞ്ചസാര ഇട്ടിട്ട് അത് തിളപ്പിച്ച് കൊടുക്കണതിന് പാലും വെള്ളം എന്ന് പറയില്ലേ, അതാണ് കൊടുക്കലുള്ളത്. പിന്നെ എനിക്കെന്തായാലും ചായ നിർബന്ധമാണ്. അപ്പം ഞാൻ എനിക്ക് വേണ്ടിയിട്ടൊരു ചായയും കൂടി അതിൻ്റെ ഒപ്പം ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങളെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഇവിടെ സെറ്റായി. ഇനി അതൊന്ന് സെറ്റ് ചെയ്യാൻ മാത്രമേ ഉള്ളൂ കേട്ടോ. ഇതാവുമ്പോൾ എൻ്റെ 2 കുട്ടികൾക്കും നല്ല ഇഷ്ടമാണ്. ഓല് രണ്ടാളും ഇത് കഴിച്ചോളും. ഓൽക്ക് മുട്ടയാണെന്നുണ്ടെങ്കിലും ചോളാണെങ്കിലൊക്കെ ഓല് കഴിച്ചോളും. എനിക്ക് രാവിലെ മുട്ടയൊന്നും കഴിക്കണ ഇഷ്ടമല്ല. അതുകൊണ്ട് ഞാൻ രാവിലെ എനിക്ക് വേണ്ടിയിട്ടൊരു ബണ്ണ് പൊരിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ കൂടെ ഒരു ചോളം. അതായിരുന്നു എൻ്റെ ഒരു ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ പിന്നെ അതൊക്കെ കഴിച്ച് കഴിഞ്ഞ് പിന്നെ പാത്രം കഴുകണം. നമ്മൾ ഈ വീട്ടിലത്തെ ജോലികൾ എടുക്കുമ്പോൾ നമുക്ക് എന്തായാലും പുട്ടിൻ്റെ ഇടയിൽ തേങ്ങ ഇടുന്ന പോലെ നമുക്ക് പാത്രങ്ങൾ കഴുകാനുണ്ടാവും. അപ്പോൾ രാവിലത്തെ എൻ്റെ പാത്രം കഴുകൽ കഴിഞ്ഞു. പിന്നെ ഞാൻ ചോറ് വെക്കുകയാണ് കേട്ടോ. ചോറ് മാത്രമേ ഞാൻ ഇന്ന് വെക്കണുള്ളൂ. എനിക്ക് കറിയൊക്കെ ഇന്നലത്തെ ചിക്കൻ കറിയൊക്കെ ബാക്കിയുണ്ടായിരുന്നു. പിന്നെ കാക്കൊന്നും ചോറ് കഴിക്കാൻ വരില്ല. അതുകൊണ്ട് പിന്നെ ഞങ്ങളൊരു ചിക്കൻ കറിയും 2 പപ്പടമൊക്കെ പൊരിച്ചിട്ട് അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്തു. ചോറ് ഞാൻ ഇങ്ങനെയാണ് വെക്കാറുള്ളത്. ഇതിലേക്ക് അങ്ങോട്ട് ഇറക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതുമ്മക്ക് നോക്കണ്ട. ആവശ്യത്തിന് വെള്ളം കറക്റ്റാണ് വെച്ചിരിക്കണമെന്നുണ്ടെങ്കിൽ ആ ചോറ് കറക്റ്റായിട്ട് വെന്ത് അവിടെ തനിയെ ഓഫ് ആയിക്കോളും. അടുത്ത എൻ്റെ ക്ലീനിങ് ആണ്. സാധാരണ ഇങ്ങനെ രാവിലെ കുട്ടികളെ എണീച്ച് അതിൻ്റെ പിന്നാലെ ഞാൻ ഈ ബെഡ്ഷീറ്റൊക്കെ മടക്കി വെക്കാറുണ്ട്. ഇന്ന് നമ്മൾ എല്ലാവരും കൂടെ ഒരുമിച്ച് എണീച്ചത് കൊണ്ട് ക്ലീനിങ്ങൊക്കെ ഞാനിതിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ ചെയ്തു. പിന്നെ ഈ റൂം ഞാൻ ക്ലീൻ ചെയ്യാറില്ല കേട്ടോ. ക്ലീൻ ചെയ്യാറില്ല എന്ന് വെച്ചാൽ രാത്രിയാണ് ചെയ്യാറുള്ളത്. അപ്പോൾ പിന്നെ ആ റൂം അവിടെ ആക്കി വെച്ചു. അല്ലാതെ നമ്മൾ ബെഡ്റൂമൊക്കെ സെറ്റാക്കി കഴിഞ്ഞ് ഞാനും കുട്ടികളും ഒക്കെ ഒന്ന് കുളിച്ചൊന്ന് റെഡിയായിട്ട് വന്നു. അയാനിക്കിന്ന് ആകെ മൊത്തം ഒരു സുഖമില്ലായിരുന്നു. ഓൻ എന്നെ എടുക്ക് പറഞ്ഞിട്ട് ഓന് ഭയങ്കര വാശിയായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ചോറ് കഴിക്കാൻ നിന്നു. ഞാൻ പപ്പടം പൊരിച്ചിട്ടുണ്ടായിരുന്നു, അത് മാത്രമേ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. എൻ്റെ ചോറും അവിടെ റെഡിയായി. പിന്നെ ഇന്നലത്തെ ചിക്കൻ കറിയും അതെല്ലാം കൂട്ടിയിട്ട് ഞങ്ങൾ ചോറ് കഴിച്ചു. ഞങ്ങൾ എല്ലാവരും ഒരു പാത്രത്തിലാണ് കേട്ടോ കഴിക്കുക. ഇപ്പോൾ എനിക്കും കുട്ടികൾക്കും ഉള്ള ചോറാണുള്ളത്. പിന്നെ ഓൽക്ക് കൊടുക്കണ ഭാഗത്ത് ഞാൻ കുറച്ച് നെയ്യും കൂടി ഇടും. നെയ്യും ഉപ്പും കൂടി ഇടും. ഈ ചൂട് ചോറുക്ക് നെയ്യും ഉപ്പും ഇട്ട് കഴിക്കാനൊക്കെ ഓൽക്ക് ഇഷ്ടമാണ്. അപ്പോൾ അതും കൂടി ഇട്ട് കൊടുക്കാറുണ്ട്. അങ്ങനെ പിന്നെ ഞങ്ങൾ ചോറ് കഴിച്ചു. ഈ ചോറ് കഴിക്കണതും വീഡിയോ ഞാൻ അങ്ങനെ എടുത്തിട്ടില്ല കേട്ടോ. ചോറ് കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെയാണ് ഞങ്ങൾ പഠിക്കാൻ ഇരിക്കണേ. അപ്പോൾ ഞാൻ ഐറൂന് കുറച്ച് നേരം
എഴുതാൻ കൊടുക്കും. ചോറ് കഴിച്ച് അങ്ങനെയൊന്നും ഇരിക്കില്ല, കുറച്ച് നേരമൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ചില്ല് ചെയ്തിട്ട് പിന്നെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇനി ഐറുവിനെ ഞാൻ കുറച്ച് നേരം പഠിപ്പിക്കും. ഓൾക്ക് കുറച്ച് എഴുതാൻ കൊടുക്കും. അപ്പോൾ ഓൾക്ക് എഴുതാൻ കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഈ ഉച്ചയ്ക്ക് അയാനെ ഒന്ന് ഉറക്കും. ഐറു ഉറങ്ങാറില്ല, ഞാനും അങ്ങനെ ഉറങ്ങാറില്ല. പക്ഷേ അയാനെ ഉച്ചയ്ക്ക് ഉറക്കൽ നിർബന്ധമാണ്. അപ്പോൾ ഓനൊന്ന് ഉറക്കും. ഓൻ ഉറങ്ങിക്കഴിഞ്ഞാൽ ഞാൻ എൻ്റെ എഡിറ്റിങ് കാര്യങ്ങളൊക്കെ ചെയ്യും. ഈ ഉച്ചയ്ക്കാണ് ഞാൻ കൂടുതലായിട്ട് എഡിറ്റ് ചെയ്യാറുള്ളത്. അപ്പോൾ ഒരു 2 മണിക്കൂറൊക്കെ വേണം എനിക്കൊരു ഷോർട്സ് എഡിറ്റ് ചെയ്യാൻ തന്നെ. പിന്നെ വീഡിയോ എഡിറ്റ് ചെയ്ത് അത് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഞാൻ വീണ്ടും കിച്ചണിലേക്ക് കയറാറുള്ളത്. ഇപ്പോൾ ചായയൊന്നും ഞങ്ങളങ്ങനെ വൈകുന്നേരം കുടിക്കാറില്ല കേട്ടോ. രാവിലെ മാത്രമേ ഉള്ളൂ ചായ കുടിക്കാറുള്ളത്. അപ്പോൾ ഞാനൊരു ചെറിയൊരു പുഡിംഗ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഈ പുഡിങ്ങിൻ്റെ റെസിപ്പി ഞാൻ ഓൾറെഡി ഒരു ഷോർട്സ് ആയിട്ട് ഇട്ടിട്ടുണ്ട്. ഈ ബിസ്ക്കറ്റ് വെച്ചിട്ട്, ഇവിടെ ചിലവാകാത്ത ബിസ്ക്കറ്റൊക്കെ വെച്ചിട്ട് ഞാനിങ്ങനെയാണ് ചെയ്യാറുള്ളത്. ഇതാവുമ്പോൾ ഈ സാധനം ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ അത് ചിലവാകാറുണ്ട്. എന്ന് വെച്ചാൽ നമ്മൾ പുതിയ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ ഇങ്ങനെ പരീക്ഷിച്ചിട്ട് പുതിയ ബിസ്ക്കറ്റൊക്കെ അങ്ങനെ അതിൻ്റെ ടേസ്റ്റ് അറിയാൻ വേണ്ടിയിട്ട് വാങ്ങിക്കും. ഒരു കൗതുകത്തിന് വാങ്ങിക്കും. പിന്നെ അതാർക്കും ഇഷ്ടാവില്ല. അപ്പോൾ അതങ്ങനെ വെക്കും. അങ്ങനെ വെച്ചിട്ടുള്ളൊരു ബിസ്ക്കറ്റായിരുന്നു ഇതും. അത് വെച്ചിട്ട് ഒരു പുഡിങ് സെറ്റാക്കി. ഞാൻ ഫസ്റ്റ് ഒരു ട്രേ എടുത്തിട്ട് ഒരു ബിസ്ക്കറ്റിൻ്റെ ലെയർ ഇട്ട് കൊടുക്കും. അത് കഴിഞ്ഞിട്ട് പാലും കസ്റ്റാർഡ് പൗഡറും ഷുഗറും കൂടി 3ഉം കൂടിയും കുറുക്കിയിട്ട് അതിൻ്റെ മേലെ അടുത്ത ലെയർ ഇടും. അതിൻ്റെ മേലെ പിന്നെ നമുക്ക് ഇഷ്ടമുള്ള എന്ത് വേണമെങ്കിലും ഇടാം കേട്ടോ. ഞാൻ കുറച്ച് ബദാം അങ്ങനെ ഒന്ന് ക്രഷ് ചെയ്തിട്ടാണ് ഇട്ടിരിക്കണേ. ഇതിനും ഐറു എനിക്ക് ഓള് ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ കാണിച്ചു തരുന്നുണ്ട്. അയാൻ ആ സമയം കൊണ്ട് എണീക്കുകയും ചെയ്തു. ഈ ഇത്രയൊക്കെ ആകുമ്പോഴത്തേനും ഒരു വൈകുന്നേരമൊക്കെ ആയിട്ടിട്ടുണ്ടോ, ഒരു 3 മണി 4 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെയാണ് ഞാൻ ഈ തുണിയിലൊക്കെ ഒന്ന് നോക്കുന്നത്. അപ്പോഴത്തേനും ഉള്ളൂ അത് ഉണങ്ങിയിട്ടില്ല കേട്ടോ. പിന്നെ അതൊക്കെ ഒന്ന് മടക്കാനും പിന്നെ കാക്കുൻ്റെയൊക്കെ ഇങ്ങനെ ഹാങ്ങർമേ ഇടാറാണ്. അതൊക്കെ ഒന്ന് സെറ്റാക്കി വന്നപ്പോഴത്തേനും എൻ്റെ പുഡിങ്ങും അവിടെ സെറ്റായിട്ടുണ്ട്, ഒന്ന് തണുത്ത് റെഡി ആയിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ 3 പേരും അതിരുന്ന് കഴിക്കാൻ നിന്ന്. പിന്നെ ഞാൻ കുറച്ചധികം നേരം വെറുതെയൊക്കെ ഒന്ന് ഇരുന്നിട്ട് ഒരു 6:30 7 മണിയൊക്കെ ആവാൻ നേരത്താണ് രാത്രിക്കത്തെ ഫുഡ് ഉണ്ടാക്കണേ. ഉച്ചക്കത്തെ ചോറ് ഒരുപാട് ബാക്കിയുണ്ടെങ്കിൽ മാത്രമേ ഞങ്ങൾ രാത്രി ചോറ് കഴിക്കാറുള്ളൂ കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും ഇതേപോലെ സെറ്റ് ചെയ്യാറാണ് പതിവ്. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്ന സാധനത്തിന് പ്രത്യേകിച്ച് പേരുണ്ടോയെന്നൊന്നും എനിക്കറിയില്ല. ഞാൻ മൈദയും റവയും ഒരു മുട്ട, കുറച്ച് ഒലിവ് ഓയിലും ആവശ്യത്തിന് ഉപ്പും, ഇത് പിന്നെ നമ്മുടെ ചപ്പാത്തി മാവൊക്കെ കുഴച്ച് വെക്കണ പോലെ കുഴച്ച് വെക്കുക. എന്നിട്ട് പിന്നെ ചപ്പാത്തി പരത്തുന്ന പോലെ പരത്തുക. അതിലേക്ക് എണ്ണയോ ബട്ടറോ നെയ്യോ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ സ്പ്രെഡ് ചെയ്തിട്ട് ചുട്ടെടുക്കുക. അതാണ് ഇതിന് പേരുണ്ടോ എനിക്കറിയില്ല. പക്ഷേ സാധനം നല്ല ടേസ്റ്റിയാണ് കേട്ടോ. നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ഉണ്ടാക്കി നോക്കണ്ടു. അതിക്ക് കറിയായിട്ട് ഞങ്ങൾക്ക് മുട്ട റോസ്റ്റാണുള്ളത്. ഞങ്ങൾ 4 ആളാണുള്ളത്. അപ്പോൾ 4 മുട്ട എടുത്തിട്ട് പുഴുങ്ങുന്നുണ്ട്. പിന്നെ ഒരു നോർമൽ മുട്ട റോസ്റ്റ് തന്നെയാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് പിന്നെ ഞാൻ അതിൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ നിന്നില്ല. അപ്പോൾ തന്നെ എൻ്റെ വീഡിയോ അത്യാവശ്യത്തിലധികം ലെങ്തി ആയിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ ഞാനിപ്പോൾ നെയ്യാക്കിയിട്ടാണ് കേട്ടോ ഈ സാധനം ചുടണത്. നല്ല ടേസ്റ്റി ആയിരുന്നു. അപ്പോൾ പിന്നെ ഇതൊക്കെ കൂട്ടിയിട്ട് ഞങ്ങളുടെ ഡിന്നറൊക്കെ കഴിച്ച് പിന്നെ എൻ്റെ ക്ലീനിങ്ങൊക്കെ കഴിഞ്ഞ് ലാസ്റ്റ് ആ വേസ്റ്റും പുറത്തേക്ക് ഇട്ട് നല്ലൊരു കുളിയൊക്കെ കുളിച്ച് കിടന്നുറങ്ങി. അപ്പോൾ ഇത്രയേ ഉള്ളൂ.
അടുത്തൊക്കെ ഒരു വീഡിയോ ഒക്കെ ആയിട്ട് ഇൻഷാ അല്ലാ വീണ്ടും കാണാം.